സോ നെക്സ്റ്റ് വൺ നമ്മൾ CST എലമെന്റിന്റെ ഇതേപോലെ തന്നെ ഷേപ്പ് ഫംഗ്ഷൻ ഡറൈവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. സോ എന്താണ് CST എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെന്റ് ആണ്. കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ ആണ് CST യുടെ ഫുൾ ഫോം. അതൊരു 2 ഡയമെൻഷണൽ ഫൈനൈറ്റ് എലമെന്റ് ആണ്. അതായത് 2 ഡയമെൻഷണൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് ഫൈനസ്റ്റ് എലമെന്റ് ആണ്. അതിനൊരു ട്രയാങ്കുലർ ഷേപ്പ് ആണുള്ളത്. ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 3 കോർണർ നോഡ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ കോർണർ നോഡ്സിലും ഇതൊരു 2D എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോ നോഡിനും 2 ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്. ഒന്ന് U ഡയറക്ഷൻ പിന്നെ ഒന്ന് V ഡയറക്ഷൻ, അതായത് X ഡയറക്ഷൻ പിന്നെ ഒന്ന് Y ഡയറക്ഷൻ. സോ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഓരോ നോഡിലുള്ളത്. അങ്ങനെ 3 കോർണർ നോഡ്സ് ഉണ്ട്. അതായത് ടോട്ടൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതിനെയാണ് കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെയിൻ ഇസ് കോൺസ്റ്റന്റ് ടു എലമെന്റ് ആണ്. അതുകൊണ്ടാണ് ആ പേര് കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 നോട്ട്സ് ആണുള്ളത്. ഓക്കെ, ഓരോ നോഡിന്റെയും പൊസിഷൻ X1 Y1 X2 Y2 X3 Y3 ആയിരിക്കും. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർഡറിംഗ് ആണ് കേട്ടോ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർഡറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്ത് വേണം വരാനായിട്ട്, നമ്പറിംഗ് കൊടുക്കാനായിട്ട്. 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. U1 V1 U2 V2 U3 V3 നേരത്തെ പറഞ്ഞതാണ്. പിന്നെ തിക്നെസ് T യും ഏരിയ ആണ് നമ്മൾ ഈ CST എലമെന്റ് കൺസിഡർ ചെയ്യുന്നത്. ഫൈൻ. നോഡ് 1 നോഡ് 2 നോഡ് 3 ഈ 3 നോഡിലുമായിട്ടുള്ള X ഡയറക്ഷൻ Y ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. U1 V1 U2 V2 U3 V3. അപ്പോൾ ഈ 2 ഡിസ്പ്ലേസ്മെന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 3 നോഡാണ്, 2 ഡിഗ്രീസ് പെർ നോഡാണ്, മൊത്തം 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. കോൺസ്റ്റൻസ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫ്രം ജനറലൈസ്ഡ് കോർഡിനേറ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ 3 കോർഡിനേറ്റ്സ്, 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ് X ഡയറക്ഷനും 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ് Y ഡയറക്ഷനും, അതായത് നമുക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വേണ്ടത്. അപ്പോൾ 6 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ ആ 6 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ ഞാൻ X ഡയറക്ഷനിൽ 3 എണ്ണവും Y ഡയറക്ഷനിൽ 3 എണ്ണമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കോൺസ്റ്റൻസിന്. നിങ്ങൾ നോക്കി, സാധാരണ നമ്മൾ പണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബീം എഴുതിയപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ബാർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തെന്താ, ആദ്യത്തെ നമ്മൾ ഫീൽഡ് അപ്രോക്സിമേഷൻ എടുത്തത് ഇങ്ങനെയായിരുന്നു. U(x) = A1 + A2x. അവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഉണ്ടായിരുന്നു. കാരണം ബീം എടുത്തപ്പോൾ നമ്മൾ A1 + A2x + A3 X2 + A4 X2 അങ്ങനെ എടുത്തു, 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആ ഒരു ഇക്വേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. X ഡയറക്ഷനിലുള്ളതും Y ഡയറക്ഷനിലുള്ളതും. X ഡയറക്ഷനുള്ള U-ന് = A1 + A2x + A3y എന്നും V എന്ന് പറയുന്നത് B1 + B2x + B3y എന്ന് പറയുന്ന ഇക്വേഷൻസ് ആയിട്ട് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതിയതിനു ശേഷം നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ഇതിന്റെ സ്ട്രെയിൻ ഇക്വേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എഴുതാം. എപ്സിലോൺ x = ∂u/∂x ആണ്. ഓക്കെ, ∂u/∂x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U നമുക്കറിയാം. സോ ∂u/∂x ചെയ്ത് കഴിഞ്ഞാൽ x ഇത് ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. ഇതും കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ∂u/∂x എന്ന് പറഞ്ഞാൽ A2 ആണ്. അതേപോലെ എപ്സിലോൺ y ചെയ്യുമ്പോൾ നമുക്ക് B3 കിട്ടും. ഇനി ഗാമ xy നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ∂u/∂y + ∂v/∂x ആണ്. അത് A3 + B2 എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ട്രെയിൻ ഇക്വേഷൻസും നമുക്ക് വേണമെങ്കിൽ എഴുതാം. കോൺസ്റ്റൻസ് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വാട്ട് വി നീഡ് ടു ഡു ഇസ് നമുക്ക് ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. ആദ്യത്തെ ഇക്വേഷൻ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. U എന്ന് പറയുന്ന മെട്രിക്സ് = 1xy × A1 × A2 ഇങ്ങനെ എഴുതി ശരിയല്ലേ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും A1 + A2x + A3y. കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ ആയിരിക്കും. അതേപോലെ V നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിനെയും നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾ നോക്കി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ B1 + B2x + B3y. കണ്ടോ, V = B1 + B2x + B3y. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതുന്നതിന് പകരം I can also write like this in the form of matrix. അതാണ് 2 3. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് എന്റെ ബൗണ്ടറി കണ്ടീഷൻസ്. അറ്റ് X1 Y1, അതായത് X1 Y1 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് മൈ നോഡ്. ഇതാണ് എന്റെ നോഡ് എന്ന് പറയുന്നത് 1. ഓക്കെ, ഇത് നോഡ് 1 ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ് X1 Y1 ഇത് X2 Y2 ഇത് X3 Y3. ഓക്കെ, സോ നമ്മൾ നോക്കാം. X1 Y1 എന്താണ്? U = U1 ആണ്, V = V1 ആണ്. അറ്റ് X2 Y2 U = U2 ആണ്, V = V2 ആണ്. അറ്റ് X3 Y3 U = U3 ആണ്, V = V3 ആണ്. ഓക്കെ, അപ്പോൾ X1 Y1 ആകുമ്പോൾ നമ്മൾ ജനറലൈസ്ഡ് ഇക്വേഷൻ ഇവിടെ X Y എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അറ്റ് X1 Y1 ആകുമ്പോൾ ഈ X നെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? X1 ഉം Y1 ഉം വെച്ച് റീപ്ലേസ് ചെയ്യണം. അതാണ് നിങ്ങൾ നോക്കി നോക്കിയേ. കണ്ടോ, അറ്റ് X1 Y1 U എന്ന് പറയുന്നത് = U1, അതായത് U എന്ന് പറയുന്നത് U1 ആണ്. അപ്പോൾ U1 = എന്താ ഇക്വേഷൻ? A1 + A2 × X എന്നുള്ളത് മാറ്റിയിട്ട് A2 × X1 ആയി + A3 × Y1. V1 എന്ന് പറയുന്നതോ V1 = B1 + B2 × X1 + B3 × Y1. കണ്ടോ, അപ്പോൾ U1 V1 U V എന്ന് പറയുന്ന ഈ ജനറൽ ഇക്വേഷന്റെ ഞാൻ X1 Y1 ആയപ്പോൾ ഇവിടെ X1 ഇവിടെ Y1 കൊടുത്തു. Vയിലും അതുപോലെ തന്നെ. അതായത് X1 Y1 it is U1 V1, അതുകൊണ്ട് തന്നെ U1 = A1 + A2 × X1 + A3 × Y1. V1 = B1 + B2 × X1 + B3 × Y1. അങ്ങനെ ഇത്രയുള്ളൂ. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. X1 ഉണ്ടായിരുന്നത് X2 ഇട്ട് കൊടുക്കുക. അപ്പോൾ U2 ഉം B2 ഉം കിട്ടും. കേട്ടോ, U2 എന്ന് പറയുന്നത് A1 + A2 X2 + A3 Y2. V2 എന്ന് പറയുന്നത് B1 + B2 X2 + B3 Y2. കേട്ടോ, U2 ഉം B2 ഉം വരുമ്പോൾ X2 ഉം Y2 ഉം വരും. U1 ഉം V1 ഉം വരുമ്പോൾ X1 ഉം Y1 ഉം വരും. അതുപോലെ X3 Y3 ഈ U3 V3ന് നമ്മൾ U3 V3 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ U3 V3 എന്ന് പറയുന്നത് X നെ X3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. X3 Y3 കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് U1 U2 U3 മാത്രം നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. U1 നോക്കി A1 + A2 X1 + A3 Y1. U2 A1 + A2 X2 + A3 Y2. U3 A1 + A2 X3 + A3 Y3. അപ്പോൾ ഇതിനെ എനിക്ക് മെട്രിക്സ് രീതിയിൽ എഴുതാം. U1 U2 U3 എന്ന് പറയുന്നത് 1x1 Y1 1x2 Y2 1x3 Y3 A1 × B3 ഇങ്ങനെ എനിക്ക് എഴുതാം. അതേപോലെ V1 ഉം എനിക്ക് എഴുതാം. 1x1 Y1 1x2 Y2 1x3 Y3 B1 × B3. ഒന്നുമില്ല, ഈ ഇക്വേഷനെ അതായത്
V1ന്റെ ഈ ഇക്വേഷൻ, V2ന്റെ ഈ ഇക്വേഷൻ, V3ന്റെ ഈ ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ കൂടെ ചേർന്നാണ് ഈ മെട്രിക്സ് നമ്മൾ എഴുതുന്നത്. V1, V2, V3 മെട്രിക്സ് രൂപത്തിൽ നമുക്ക് ഓക്കെ. അങ്ങനെ എഴുതിയതിനു ശേഷം നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് നമുക്ക് ആദ്യത്തെ ഈ നാലാമത്തെ ഇക്വേഷൻ എടുക്കാം. ആ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കിട്ടുന്നത് U1, U2, U3 is equal to ഈ മെട്രിക്സ് into A1, A2, A3. അപ്പോൾ A1, A2, A3 എന്ന് പറയുന്നത് ഈ മെട്രിക്സിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദിസ് ഇൻവേഴ്സ് into U1, U2, U3 എഴുതാം. നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവേഴ്സ് into U1, U2, U3. ഇനി ഇതിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് മാത്രമല്ല ഇത് A1, A2, A3 ആണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾ നോക്കിയേ, ആദ്യം യുവിന് വേണ്ടിയിട്ട് ഈ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ വേണ്ടിയിട്ട് യു ഇസ് ഈക്വൽ ടു 1xy A1, A2, A3. ഇപ്പൊ നിങ്ങൾ A1, A2, A3 ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് U1, U2, U3. അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ യു ഇസ് ഈക്വൽ ടു 1xy ഇത് ഇൻറ്റു U1, U2 ഇൻവേഴ്സ് ഇൻറ്റു U1, U2, U3. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, അതായത് യു എന്ന് പറയുന്ന ഈ ഒരു ജനറലൈസ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വെക്ടർ ഇസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു U1, U2, U3. U1, U2, U3 നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്. അപ്പൊ ഈ നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻറ്റു ഷേപ്പ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്ന യു. അതിനർത്ഥം ഈ മെട്രിക്സ് ചെയ്താൽ കിട്ടുന്ന ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ നത്തിങ് ബട്ട് ഷേപ്പ് ഫംഗ്ഷൻ ആണ്. 3 കോർഡിനേറ്റ്സ് ആണുള്ളത് A1, A2, A3 അല്ലെങ്കിൽ 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഷേപ്പ് ഫംഗ്ഷൻസ് ആയിരിക്കും N1, N2, N3. ഈ N1, N2, N3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 1xy അതേപോലെ തന്നെ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് N1, N2, N3 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അവർ നെക്സ്റ്റ് ചെയ്യുന്നത്. N1, N2, N3 മെട്രിക്സ് ആണ് ഈ മെട്രിക്സിന്റെ ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ്. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് A ഇൻവേഴ്സ് ഈക്വൽ ടു 1/2 ടൈംസ് A ഇൻറ്റു ഈ ഒരു മെട്രിക്സ്. ഈ മെട്രിക്സിനെ നമ്മൾ പറയുന്നത് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ആൻഡ് A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ആ മെട്രിക്സ് 1x1 y1 1x2 y2 1x3 y3. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനന്റ് കിട്ടിയതിന് ശേഷം അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അഡ്ജോയിന്റ് മെട്രിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ മെട്രിക്സ് എന്ന് വിചാരിച്ചു. ഈ മെട്രിക്സ് നിങ്ങൾക്ക് ഇതിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം കോഫാക്ടർ മെട്രിക്സ് വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും കോഫാക്ടർ മെട്രിക്സിൽ കണ്ടുപിടിക്കാം. അതിന് ഈ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള എലമെന്റ്, ഈ എലമെന്റ് ഇരിക്കുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന എലമെന്റ്സിനെ നോക്കുക. ഒരു സ്ക്വയർ കോളം കിട്ടുന്നത്, ഒരു സ്ക്വയർ ഇത് കിട്ടുന്നത് നമുക്ക് x2 y2 x3 y3. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗണൽസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. x2 y3 മൈനസ് y2 x3. നമുക്ക് x2 y3 മൈനസ് y2 x3. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് എലമെന്റ് ഇരിക്കുന്ന ഈ ഒരു റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന ഏതാ 1 ഉം y2 1 ഉം y3 1 y2 1. ഇതാണ് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഇതും 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 ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തുക എലിമിനേറ്റ് ചെയ്ത് പോയത്. ഈ x1 ആണ് നമുക്ക് കണ്ടുപിടിക്കുക. x1 ഇരിക്കുന്ന പൊസിഷനാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഈ റോയും കോളം എലിമിനേറ്റ് ചെയ്യും. ബാക്കി നിൽക്കുന്നത് 1 y2 y3 y1. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y3 മൈനസ് y2 അതാണ് എനിക്ക് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു മൈനസ് സൈൻ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്യണം ഇൻ കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ മൈനസ് ഓഫ് y3 മൈനസ് y2 അതാണ് y2 മൈനസ് y3 ആയി മാറുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് കണ്ടുപിടിക്കാൻ ചോദിച്ചോ. ഈ എലമെന്റ്, അതായത് ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്യണം. ബാക്കി നിൽക്കുന്നത് ഏതാ ഇത് 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 അല്ലെ. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x3 മൈനസ് x2 x3 മൈനസ് x2 അത് പോസിറ്റീവ്. ഇവിടെ മാത്രം ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഈ എലമെന്റ് കിട്ടണം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഈ എലമെന്റ് കിട്ടണം, ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഇതാ x1 y1 ഉണ്ട്, x3 y3 ഉണ്ട്. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x1 y3 മൈനസ് x3 y1. കണ്ട x3 y1 മൈനസ് x1 y3. കാരണം ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ ഒരു മൈനസ് വരും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. അപ്പോഴാണ് അങ്ങനെ വരിക x1 y3 മൈനസ് y1 x3 എന്നാണ് നമുക്ക് ശരിക്കും കിട്ടുക. അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x3 y1 മൈനസ് x1 y3 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായി കിട്ടണം. ഓക്കെ, നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അതേപോലെ ഇവിടെ അതേപോലെ ഇവിടെ ഓക്കെ അതേപോലെ ഇവിടെ, ബാക്കിയൊക്കെ പോസിറ്റീവ്. കണ്ടോ ഈ പൊസിഷൻസ് ഓർത്ത് വെച്ചോ. പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് ഇവിടെ ഈ എലമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത് വെച്ചോ. ഒരു മൈനസ് ഓൾറെഡി പുറത്തുണ്ട്. ഓക്കെ, മൈനസ് ഓൾറെഡി പുറത്തുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൈനസ് ഓൾറെഡി പുറത്തുണ്ട്, ഇവിടെ മൈനസ് ഓൾറെഡി ഒരെണ്ണം പുറത്തുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കാൻ നേരത്തെ ഞാൻ എന്ത് ചെയ്യാം? ഇതും ഇതും ഓക്കെ കളയണം. അതിന് ബാക്കി വരുന്നത് ഏതാ? 1 ഇൻറ്റു x3 മൈനസ് x1 അല്ലെ, അതായത് x3 മൈനസ് x1 ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇവിടെ കിട്ടിയെന്ന് നോക്കിയേ x1 മൈനസ് x3. അതുകൊണ്ട് ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. ആ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 മൈനസ് x3 ആയി. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഫാക്ടർ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യാം. കോഫാക്ടർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ കോളം ഇത് നേരെ റോ ആയി മാറും. അതാണ് നിങ്ങൾക്ക് മെറ്റീരിയലിൽ ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ സി കണ്ടോ, x3 x2 y3 മൈനസ് x3 y2. അത് നേരത്തെ നിങ്ങൾ നോക്കി, അത് റോ, ഇത് കോളോ ആയിരുന്നു, അത് ഇവിടെ റോ ആയി മാറും. ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അടുത്ത കോളം ഇതാണ് y2 മൈനസ് y3, അത് ഇവിടെ റോ ആയി മാറും. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ എ ഇൻവേഴ്സ് ജനറലായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ജനറലായിട്ട് എഴുതിയതിനു ശേഷം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ എ ഇൻവേഴ്സിനെ, അതായത് 1/2a ഇൻറ്റു ഈ മൊത്തം എ ഇൻവേഴ്സിനെ 1xy എന്ന് പറയുന്ന ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? 1 ഇൻറ്റു ഈ ടേം, x ഇൻറ്റു ഈ ടേം, y ഇൻറ്റു ഈ ടേം. അതായിരിക്കും ഫസ്റ്റ് n1 എന്ന് പറയുന്ന
ഷേപ്പ് ഫംഗ്ഷൻ. നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. n1 is equal to 1 by 2a into x2 y3 minus x3 y2 into 1. ഓക്കെ, into 1 ഇവിടെ 1 into ഈ ആദ്യത്തെ ടേം അതിനായിരിക്കും അവിടെ x2 y3 minus x3 y2 പ്ലസ് x into ഈ രണ്ടാമത്തെ x into y2 minus y3 അതായിരിക്കും കേട്ടോ. x into y2 minus y3. ഇനി അടുത്തത് y into മൂന്നാമത്തെ ടേം x3 minus x2 y into x3 minus x2 കണ്ടോ. അങ്ങനെ n1 n2 n3 നിങ്ങൾക്ക് എടുത്തിടാം. n1 n2 n3 എഴുതിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് അതിന്റെ പ്രൊഫൈൽ വേണമെങ്കിൽ വരയ്ക്കാം. പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ n1 അതിന്റെ പ്രൊഫൈൽ എങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പ്രൊഫൈൽ ഇത് നിങ്ങൾ സാധാരണ ബൈ ഹാർട്ട് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലത്. വേരിയേഷൻ ഓഫ് n1 n2 n3 ഇങ്ങനെ ആയിരിക്കും. n1 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോഡിലായിരിക്കും അതിന് 1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കുക. ബാക്കി നോഡ് 3ലും നോഡ് 2ലും അത് 0 ആയിരിക്കും കേട്ടോ. ഷെയ്ഡ് ചെയ്ത പോർഷൻ ഇവിടെ മാത്രം ഒരു ഹൈറ്റ് ഉണ്ടാവും, ബാക്കി രണ്ട് പോയിന്റും 0 ആയിരിക്കും. നോട്ട്സിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ n2 എടുക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ n2 എന്ന് പറയുന്ന പോയിന്റ്. ഈ n2 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഒരു 1 വാല്യൂ ഉണ്ടാവും. ബാക്കി n1ഉം n3യും അത് 0 ആയിരിക്കും. അവിടെ 1ലും 3ലും n2ന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി തേർഡ് നോഡിൽ അല്ലെങ്കിൽ n3യുടെ ഷേപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ n3യുടെ വേരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് നോഡിൽ മാത്രം ഒരു വാല്യൂ ഉണ്ടായിരിക്കും, ബാക്കി രണ്ട് നോട്ട്സിലും വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എയും എന്താണെന്ന് എടുത്തെഴുതിയേക്കും. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ CST എലമെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.